കുർബാന നിത്യജീവന് വേണ്ടിയുള്ളതാണ്, അല്ല നമുക്ക് ആട് വളർത്താനും പശു വളർത്താനും ഉള്ളതൊന്നുമല്ല. അതുകൊണ്ട് കുർബാനയെ തൊട്ട് കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് നിത്യജീവന് വേണ്ടിയാണ്. അത് അർപ്പിച്ചിരിക്കുന്നതും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നതും നിത്യതയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അമ്മയുമായിട്ട് കൈകാര്യം ചെയ്യും. എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്നറിയാവോ? നമ്മളുടെ വിഷയം നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. ആൾക്കാർ പ്രാർത്ഥിക്കണില്ലെന്നല്ല, ചില ആൾക്കാർ ചെയ്യണ ഒരു കാര്യം അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുണ്ടെങ്കിൽ അച്ഛനെ ഏൽപ്പിക്കും, ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള വൈദികരെ ഏൽപ്പിക്കും, ദാറ്റ്സ് ഓക്കെ. എൻ്റെ മക്കളെ, അതേസമയം തന്നെ നിങ്ങൾ തന്നെ അതിൽ ഇൻവോൾവ് ആകണം. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. നിങ്ങൾ ഇൻവോൾവ് ആകാതെ മറ്റുള്ളവരെ ഏജൻസി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വളരത്തില്ല. കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് ഇപ്പം പണ്ട് നമ്മൾ ഞങ്ങളൊക്കെ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു പാഠം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എന്നാ പറഞ്ഞാൽ, അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. ഇപ്പം ആ പാടൊന്നുമില്ല, 55 കൊല്ലം നമ്മുടെ ചരിത്രമാണ്. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. പാൽ കുടിക്കഴിഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയണത്? ഞാൻ അച്ഛനോളം വലുതാവണം. അതാണ് സിമ്പിൾ. ആ സിമ്പിൾ ലോജിക്കാണ് ആധ്യാത്മിക വർക്കൗട്ട് ചെയ്യണത്. ദൈവം ആഗ്രഹിക്കുക, അത് തന്നെ ഈശോ പറഞ്ഞത്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നമ്മളെല്ലാം അച്ഛനോളം വലുതാകണമെന്നാണ് ഈശോയും ആഗ്രഹിക്കുന്നത്. ഇപ്പം 5:49-48 മത്തായിയുടെ സുവിശേഷം അതല്ലേ ഈശോ പറയണത്. അതായത് നമ്മൾ വളരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മൾ അച്ഛനോളം വലുതാവണം. അപ്പോൾ അതായത് ദൈവത്തിലേക്ക് നമ്മൾ വളരണം. ഈ ദൈവത്തിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ പണ്ടേ ഈ പത്രോസ് ഒന്ന് വെട്ടി സഹായിച്ചില്ലേ, ആ വചനം ഞാൻ മറന്നുപോയി. ചിലപ്പോൾ ഡെസ്കിൽ ചിലപ്പോൾ ഇടുമായിരിക്കും. അതായത് പത്രോസ് കർത്താവിനെ സഹായിക്കാൻ വേണ്ടി പ്രധാന ആചാര്യൻ്റെ ഫെഡലേക്ക് വെട്ടിയതാ. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ചെവിയാണ് അറ്റുപോയത്. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്കെന്താ പറയണത്? നീ വെട്ടി സഹായിക്കണ്ട, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അതാണ് അതേ വചനം കിട്ടുക. അതായത് യോഹന്നാന്റെ സുവിശേഷം 18:11 അതാണ്. അതായത് എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത്. ഇതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നത്. അച്ഛൻ പറയണമെന്നൊന്നും പറയണില്ല. ഞാൻ പതിനൊന്നും ഓർത്ത് വന്ന ആളല്ല. ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴേ കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? അവനവന് ഉള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയവേ, അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണമെന്ന് പറയണില്ലേ? എന്തിനാണെന്നറിയാം? പെടലിടിയാൻ വേണ്ടിയല്ലേ പറയണത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണം. എന്തിനാണ് ചുമക്കണത്? നമ്മുടെ പെടലൊടിഞ്ഞു പോയിട്ട് അതിലേക്ക് നീരി വീഴാനല്ല. അങ്ങനെ ചുമക്കുമ്പോഴേ നമ്മൾക്ക് ബലം കിട്ടും, ആത്മബലം. നമ്മൾ ഈ ആത്മബലം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവൊക്കെ മൊത്തമായും ചെറിയും ചോദിക്കട്ടെ. ആത്മബലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് നമ്മളുടെ ഭാരങ്ങൾ പൗലോസ് പറയണ പോലെ നമ്മൾ തന്നെ എടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും. കർത്താവ് പറഞ്ഞ പോലെ, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മുന്നോട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് ആത്മബലം ലഭിക്കണത്. അതാണ് ഈ പൗലോസ് പറയുമ്പോഴേ, അതായത് ഇപ്പം റോമ 5:5 വായിക്കണില്ലേ? കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, അത് തന്നെ ആത്മബലം. അപ്പോൾ ഈ ആത്മബലം എന്ന് പറയുമ്പോൾ കഷ്ടത വേണം. റോമ 5:5 അനുസരിച്ചുകൊണ്ട് കഷ്ടത വേണം. കഷ്ടത സഹനശീലം ആത്മധൈര്യം. അപ്പോൾ ഈ ആത്മധൈര്യം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കണത്? കഷ്ടതയിൽ നിന്നാണ് ലഭിക്കണത്. അപ്പം കഷ്ടത നമുക്ക് തരുമ്പോൾ അതിൽ ദൈവം ഉദ്ദേശിക്കണത് എന്താണ്? കഷ്ടത സഹനശീലവും ഉണ്ടാകണം. സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല,
നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആത്മബലത്തിനാണ് നമ്മുടെ സഹനം, നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമക്കണമെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് സഹായത്തിന് വിളിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന കൈയേൽപ്പിക്കാനും പറ്റുമെങ്കിലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കരുത്. അല്ല, എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് സഭ അനുഭവിക്കുന്ന ആത്മീയ ദുരന്തങ്ങളിൽ ഒരു കാര്യം ഇതാണ്. കാര്യം ചെറുപ്പക്കാരായിട്ടുള്ള 60% പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല. സത്യമായിട്ട് അറിയാൻ പാടില്ല. ഒരു 40% വരെ ധ്യാനങ്ങളൊക്കെ കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ ചിലർ അപാര അഭിഷേകമുള്ളവരുണ്ടാകും. ഈ 60% പേര് എന്നാ ചെയ്യണത്? അവർക്ക് ജീവിത പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്കറിയാം പ്രാർത്ഥിക്കേണ്ടതാണെന്നൊക്കെ അറിയാമെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടാത്തത് കൊണ്ടും അതിന് സമയം ചെലവഴിക്കാനില്ലാത്തത്, അവർക്ക് അതിനുള്ള ശീലമില്ല. ഇത് കാര്യം എന്താ പറയുക, ഈ പ്രാർത്ഥന എന്നൊക്കെ പറയണതേ ഒരു ശീലമാണ്, ശരിക്കും ശീലമാണേ. അപ്പം ശീലം, പ്രാർത്ഥനയ്ക്ക് ശീലം ആകണമെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാബിറ്റ്, ശീലം എന്താണത്? ഇറ്റ്സ് എ റിപ്പീറ്റഡ് ആക്ഷൻ. അതൊരു കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ ശീലമാകത്തില്ല, പല പ്രാവശ്യം ശീലമാകണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ശീലമുണ്ടാകാൻ വേണ്ടി ദൈവം ചിലപ്പോൾ മാസം ഓരോ പ്രശ്നം ഇങ്ങോട്ട് തരും. അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിച്ചല്ല, പ്രാർത്ഥന ഇല്ലാത്തവന്മാർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലല്ല, അവർ തലയിലിട്ട് നടക്കത്തില്ല, ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, ഞങ്ങളെ വീട്ടിൽ മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഡയലോഗ് അയച്ചിട്ടൊരു കഥയുമില്ല. ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ അതാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന രാത്രി ആയാലും കർത്താവ് ശിഷ്യന്മാരെ കടലിൽ വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. നമുക്ക് മുമ്പിലുള്ള മാതൃക അതാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ 18:11 യോഹന്നാന്റെ സുവിശേഷം വായിച്ച പോലെ നമ്മൾ കഴിക്കേണ്ട ആഹാരം മറ്റുള്ളവർ കഴിച്ചിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകുമെന്ന് കരുതരുത്. അതാണ് 18:11. ഞാൻ കുടിക്കേണ്ട പാനപാത്രം, പിതാവിലേക്ക് നൽകുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അപ്പം പാനപാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഹനമാണെന്ന് ഉറപ്പ്. പാനപാത്രം എന്ന് പറയുമ്പോൾ സഹനമാണ്. അപ്പോൾ ഒരു ചെറിയ, അതായത് സഹനങ്ങളിലെ വരുമ്പോൾ 2 രീതി നമുക്ക് എടുക്കാം. ഒന്ന്, ആ സഹനം ചില സമയത്ത് ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ സഹിച്ച് മാറേണ്ടതുണ്ടാവും. ഓപ്ഷൻ ഇല്ല. ഇപ്പം എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ച് തന്നിട്ട് പിറ്റേ ആഴ്ച അപ്പം മരിച്ചു. അപ്പോൾ അതിന് ഓപ്ഷൻ ഇല്ലല്ലോ. ഞാൻ സെമിനാരിൽ 2.5 മാസമാണ് കരഞ്ഞത്. ഓപ്ഷനില്ല. അപ്പൻ ഉയർപ്പിച്ചു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പക്ഷെ അപ്പൻ മാറിയപ്പോൾ അപ്പൻ്റെ സ്ഥാനത്ത് ഒരാൾ വന്നായിരുന്നു. അയാൾ ഇന്ന് വേണ്ടിയെടുക്കുന്ന പോയിട്ടില്ല, അമ്മ. കാര്യം അപ്പം മരിക്കണ ദിവസം 10 മണി തൊട്ട് അപ്പം 3 മണി വരെ അമ്മ 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 എന്ന് പറഞ്ഞ് 23 ദിവസം മിണ്ടാതെ കിടന്ന അപ്പനാണ് അവസാനം അമ്മ അമ്മ എന്ന് പറഞ്ഞത്. അതായത് അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ആ അമ്മ നമ്മളെ വളർത്തിക്കൊണ്ട് വരും. ഇവിടം വരെ വന്നു. ഇതുപോലെ തന്നെയായിരിക്കും. അതായത് നമ്മൾക്ക് ഒരിക്കലും ആബ്സൻസ് ഉണ്ടാകത്തില്ല മക്കളെ, ഒരിക്കലും. ഒരു മനുഷ്യൻ പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരവും ഏറ്റവും വലിയ ബ്ലാസ്ഫമി ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് പറയുന്നതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈശോ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. ഈശോ ഒരു ഇറച്ചിയായി ബോധമണ്ഡലം മങ്ങണ സമയത്ത് നിവർത്തിയില്ലാണ്ട് പറഞ്ഞേച്ചും വേദനയുടെ തീവ്രതയെന്ന് മനസ്സിലാക്കി അടുത്ത സെക്കൻഡിൽ ഈശോ പറഞ്ഞു, ഐ കം ഓൺ മൈ സ്പിരിറ്റ്. പ്രാർത്ഥനയുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രീതി അതാണ്. ചില സമയത്ത് വേദന സഹിക്കാതെ വരുമ്പോൾ ദൈവമേ എന്നെ കൈവിട്ടാന്ന് ചോദിച്ചാൽ അടുത്ത ശ്വാസത്തിൽ നീ പറയണം, കർത്താവേ സോറി, സഹിക്കാണ്ട് പറഞ്ഞു പോയതാണ്, നീയും പറഞ്ഞില്ലേ. പറഞ്ഞു, ഐ കം ഓൺ മൈ സ്പിരിറ്റ്. ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു, ഞാൻ അങ്ങയുടെ മനസ്സ് അനുസരിച്ച് സമർപ്പിക്കുന്നു. അതാണ് സാധനം. ഇപ്പം പറയാൻ പറ്റുക, പറയരുതെന്ന് ഞാൻ ശഠിക്കുകയല്ല, പറഞ്ഞു പോകും.
മനുഷ്യാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ വേദന കൂടുമ്പോൾ നമ്മൾ ആരായാലും പറഞ്ഞു പോകും. പക്ഷെ പറഞ്ഞാലും ബോധത്തിൽ അറിയണം. അതായത് മനുഷ്യൻ്റെ ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണെന്ന് ഈശോ പറയുന്നില്ലേ. അപ്പോൾ ശരീരം ബലഹീനമായതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ദൈവത്തെ, ചിലപ്പോൾ കർത്താവേ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ല എന്ന് നമ്മൾ ചോദിക്കും, പരിഭവപ്പെടും, വേദനപ്പെടും. പക്ഷേ എന്നാൽ എൻ്റെ മക്കളെ ആ സെക്കൻഡ് തന്നെ കയറി ജാമ്യം എടുത്തേക്കണം. എന്താണ്? ഐ കമണ്ട് മൈ സ്പിരിറ്റ്, ഞാൻ അങ്ങ് സമർപ്പിക്കുന്നു എന്ന് പറയണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശാശ്വതമല്ല. ഒരു വേദനയും ശാശ്വതമല്ല, ഒരു പ്രശ്നവും ശാശ്വതമല്ല. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറയുമ്പോൾ ആ സഹനവും ആവശ്യമായിരുന്നുള്ള സൂചനയാണ് ഉള്ളത്. എന്തിനാണ്? മഹത്വത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ജോഡി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ജോഡി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മളുടെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഹാപ്പി ആയിരിക്കണം, സന്തോഷമായിരിക്കണം. കർത്താവിൻ്റെ കൂടെ കൃപാസനത്താറയിലെ അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നീ വേദനയുള്ള സ്ഥലങ്ങളിലെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പോൾ ചെയ്താൽ മതി, ചെയ്യണം. തീർച്ചയായിട്ടും കർത്താവ്, നീ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ എന്നെ അങ്ങയുടെ സൗഖ്യത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ സൗഖ്യത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കർത്താവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്കിപ്പോൾ ഗർഭിണികൾക്ക് തന്നെ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ നിങ്ങൾക്ക് ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൂർണ്ണമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സുഖപ്രസവം കിട്ടണമെന്ന്. അല്ലാതെ ഒരു ഷെഡ്യൂൾഡ് പ്രേയറിൻ്റെ ഭാഗമല്ലത്. അപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കും, കർത്താവേ ഗർഭിണികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയല്ലോ, എനിക്കിതുവരെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് അങ്കലാപ്പിടുന്നവരുണ്ട്. അവരും ഈ സമയത്ത് അടിവയറ്റ് കൈവെക്കണം. നിങ്ങൾ കർത്താവ് കുഞ്ഞിനെ തരുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആൾക്കാരൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞേക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിയേക്കണം. ഞാൻ നിങ്ങളോട് വേറെ ഒന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇല്ലേ? എന്താ ചോദിക്കുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തണം, സാക്ഷ്യം പറയണമെന്ന് മാത്രമേ കൗൺസിലിൽ വന്നവർക്ക് അറിയാൻ പറ്റൂ, ഇല്ലേ? അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. അച്ഛൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് പറയണത്, അന്നും ഇന്നും എന്നും പറയണത്. അതുകൊണ്ട് ഇപ്പോഴേ കുഞ്ഞുങ്ങളില്ലാത്തവരെ അടിവയറ്റ് കൈവെക്കണം, കുഞ്ഞുങ്ങളുള്ളവരും അടിവയറ്റ് കൈവെക്കണം. അപ്പം നിങ്ങൾ പറയും, അങ്ങനെ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് കച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. ചില വലിയമാർ സഹിക്കാൻ പറ്റുന്നത് പറയാം, വെച്ചാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ അല്ലേ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞത്. എൻ്റെ ചേച്ചമ്മയെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ബന്ധവും പരിചയവും അടുപ്പമൊക്കെ ഉള്ളവർ, ഗർഭിണികൾ അല്ലെ കുഞ്ഞുങ്ങളില്ലാത്തവർ, അവരൊക്കെ ഓർക്കുക.
അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനൊരു മനസ്സന്തോഷം തോന്നും. ശരിയാണല്ലോ, അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പരസ്നേഹമല്ലേ അത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാം ഗർഭിണികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, കർത്താവെ, ഞങ്ങളെല്ലാം ഗർഭിണികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവ് എന്തൊരു നൊമ്പരമാണ് മനസ്സിൽ കർത്താവ് ആഘാതം അനുഭവിക്കുന്ന ഈശോയെ. അങ്ങനെ പലതരത്തിൽ കർത്താവ് ഈ സമയത്ത് വിവാഹം ബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരുടെ കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ കർത്താവ് അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, പക്ഷെ വിവാഹം താമസിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. വിവാഹം നടന്നിട്ടില്ല, പിന്നെയാണ് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ 10-37 വയസ്സ്. കഴിഞ്ഞ ദിവസങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചതാണ്. നിങ്ങൾ ആരും ധരിക്കരുത്, അച്ഛനിൽ നിന്നും വായിക്കണില്ലെന്ന്. വായിച്ച ഇതാണ്: എൻ്റെ അമ്മയ്ക്ക് 56 വയസ്സ്, എനിക്ക് 37 വയസ്സെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരിയേറെ മെസ്സേജുകൾ അച്ഛൻ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മറുപടി തരണില്ലെന്നേ ഉള്ളൂ. കാര്യം 100-500 ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മറുപടി തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിഷമിക്കരുത്. അച്ഛൻ എല്ലാം നോക്കി സമയം കിട്ടുമ്പോഴെല്ലാം നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ മെസ്സേജ് വിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, മക്കളില്ലാത്തവർ. അവരിപ്പോൾ ഓർക്കുകയാണ്. കല്യാണം ഒത്തുവരാത്തവരുണ്ട്, അവരിപ്പോഴും ഓർക്കുക, ആൾക്കാരിൽ ഓർക്കുകയാണ്. അതുപോലെ ഗർഭിണിയാണ്, പക്ഷേ കുഞ്ഞിന് എന്തോ കുഴപ്പമുള്ളവരുണ്ടാവും, അവരെ ഇപ്പോൾ ആൾക്കാരെ ഓർക്കുകയാണ്. മക്കളെ ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല, അവരെ കൂടി ഓർക്കുന്നു. കർത്താവേ, ഇപ്പോഴും നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയെ ഗർഭം ധരിച്ചുകൊണ്ട് നടന്ന കാലം എല്ലാം അമ്മ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ഗർഭിണികളെയും അമ്മ സ്പർശിക്കണമേ. എലിസബത്തിൻ്റെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഗർഭിണിയെ കണ്ട് പ്രാർത്ഥിച്ച അമ്മ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധമായ വലത് കരങ്ങൾ ഇപ്പോൾ എല്ലാ ഗർഭിണികളുടെയും വയറിൽ ഇപ്പോഴേ റെസ്റ്റ് ചെയ്യട്ടെ, വിശ്രമിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. അമ്മ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചുകൊണ്ട് മധ്യസ്ഥം വഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിടയാളത്ത് ദൈവശക്തിയാൽ മക്കളില്ലാത്തവരും മക്കൾ ഉണ്ടായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്നവർ, ഗർഭിണികൾക്ക് അസ്വസ്ഥത ഉള്ളവരെല്ലാം യേശു നാമത്തിൽ ഇപ്പോഴേ അനുഗ്രഹിക്കപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമില്ല ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമില്ല ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഗൂഗിൾ മീറ്റിലൊക്കെ കാണുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വിൻഡോയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്തുമാത്രം മനുഷ്യരാണ് ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയണത്. ഓൺലൈൻ ഉടമ്പടി ചെയ്തവരും ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തവരും. കാര്യം കൃപാസനത്തിലാണെങ്കിൽ ദൈവം വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. 40 ദിനം നീണ്ടു നിൽക്കുന്ന വീട്ടിലെ ദിവസക്രാരി, അതിൽ 8:30 ജോനത്തിൻ്റെ ദൈവഗാന സന്ദേശം. അതിനുശേഷം കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ അഭിഷേക ശുശ്രൂഷകരും കൃപാസനത്തിൽ എത്തുകയാണ് സന്ദേശം കൊടുക്കാൻ വേണ്ടി. അതായത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നമുക്ക് നൽകിയ ഒരു സ്വർഗീയ അപ്പം പോരാ, അനുഗ്രഹം കൈ തന്നിരിക്കുന്ന പോലെയാണ്. ഈശോ സ്വർഗീയപ്പമാണ്. ഞാൻ അതിലെ ഉദ്ദേശിച്ചത് അനുഗ്രഹം എന്ന് പറയുന്ന സ്വർഗീയപ്പം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴാണ് ആ സമയത്തൊക്കെ കൃപാസനത്തിലേക്ക് അതിൻ്റെ ലിങ്കിലേക്ക് കയറിക്കൊണ്ട് നിങ്ങൾ സ്വർഗീയ വിരുന്നിൽ, അതായത് വീട്ടിലൊരു ദിവസക്രാരി പങ്കെടുക്കണം. ഇതുമാത്രം മനുഷ്യരെ സാക്ഷ്യം പറയണം. ഗൂഗിൾ മീറ്റിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സമയത്തെല്ലാം ഞാൻ ചില സമയത്ത് അവരുടെ സങ്കടങ്ങൾ കാണുവേ.
അപ്പം ഞാൻ അത് കൈകാര്യം ചെയ്യുന്ന ജോബിനച്ഛൻ ജോമളോ ആണെങ്കിലും ഞാൻ എൻ്റെ മുറി ഇരുന്നുകൊണ്ട് ഇതിനെ വാച്ച് ചെയ്യും. അപ്പോഴൊക്കെ കുറേ രോഗികൾ. അപ്പോൾ ഞാനോർക്കും ദൈവമേ എന്തൊരു വിഷമമാണ്, അപ്പോൾ വേദനിക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ അവരെല്ലാം ഓർക്കുകയാണേ. ഗൂഗിൾ മീറ്റിൽ ക്യാൻസർ സ്റ്റേജ് 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേ എനിക്ക് അതിൻ്റെയൊക്കെ സങ്കടം ഇപ്പോഴും ആയിട്ട് കേൾക്കുമ്പോൾ. അതായത് അതിൻ്റെ കരൾ രോഗികൾ, ഈ അൾത്താരയിലൊക്കെ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വ്യക്തികളുടെ വീട്ടിൽ ചെന്നിട്ട് ആ കരൾ രോഗം വന്ന് വീർത്ത വയറെ തൊട്ടിട്ട് ആ മൊത്തം പഴുപ്പ് രാത്രിക്ക് ആ ബെഡ്റൂമിൽ ഒഴുകിപ്പോയിട്ട് ആൾ സുഖപ്പെട്ട സാക്ഷികളൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണിത്. അപ്പോൾ എന്ത് രോഗമാണെങ്കിലും എൻ്റെ മക്കളെ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് കുഴഞ്ഞോ, പ്രാർത്ഥിച്ച് തളർന്നു പോയോ, വിഷമിക്കണ്ട. നിങ്ങൾക്ക് കൃപാസനത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന നിത്യാരാധനയും ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. അതായത് രാത്രിയും പകലുമാണ് ഇവിടെ ദൈവാരാധന ഉയരണത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴേ എല്ലാ കരൾ രോഗികളെയും ഇപ്പോഴും ഓർക്കുകയാണ്. കരൾ രോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിൽ കൈവച്ചേക്കണം. ഇപ്പം കർത്താവ് അവരെ സ്പർശിക്കും. ഞങ്ങളിപ്പോഴെല്ലാ കിഡ്നി രോഗികളെയും പ്രാർത്ഥിക്കുകയാണ്. അവർ കിഡ്നി രോഗികളുടെ നടുവിൽ കൈവച്ചേക്കണം. കർത്താവ് ഇപ്പോഴവരെ സ്പർശിക്കും. ഞങ്ങളിപ്പോഴെല്ലാ ഉദര രോഗികളാണ്. ഉദരത്തിൽ സിസ്റ്റുള്ളവരെ, ഉദരത്തിൽ മുഴയുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ. അപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെയൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്, മുഴ സുഖപ്പെട്ടെന്ന്. അത് അവർക്ക് മുഴ വരുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ചൂട് എന്താണെന്ന്. ഒരു മനുഷ്യന് ഒരു കുരു പോലും വേദനയാണ്. ഒരു രോമം അടന്നു പോയാൽ അവിടെ ഒരു കുരു വന്നു കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അത്രകണ്ട് മനുഷ്യൻ വേദനിക്കുകയാണ്. ഇപ്പോൾ വേദനിക്കുന്ന മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടാണ്, പ്രാർത്ഥനയെ ആക്ഷേപിച്ചുകൊണ്ടാണ്. അതൊരിക്കലും മനുഷ്യനായിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒരിക്കലും ആയിരിക്കത്തില്ല. പിന്നെ ആക്ഷേപിക്കുന്ന ആരാ? കക്ഷി വേറെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയണില്ല. പക്ഷേ നിങ്ങൾ ഓർക്കാം, എന്ത് രോഗമാണോ അവിടെ ഇപ്പോഴേ യേശുക്രിസ്തു നാമത്തിൽ പത്രോസ് കൈ നീട്ടിയപ്പോൾ, പത്രോസിന് മുമ്പിൽ കുരുടൻ കൈ നീട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? പൊന്ന് വെള്ള എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. കൃപാസനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്കുള്ളത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള മാധ്യസ്ഥയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എവിടെയാണ് രോഗം, എവിടെയാണോ വാത രോഗമാണെങ്കിലും ശരി, പിസർപ്പ രോഗങ്ങളാണെങ്കിലും ശരി, അതുപോലെ സോറിയാസ് രോഗങ്ങളാണെങ്കിലും ശരി, തലക്കുണ്ടാകുന്ന കേടുകളാണെങ്കിലും ശരി, മാറാത്ത പനിയായാലും കോവിഡ് ആയാലും എവിടെയാണ് രോഗം, എന്ത് രോഗമാണ് കർത്താവ്, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴയായാലും ശരി, അതുപോലെ തന്നെ അർസസ് രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, അതുപോലെ സ്പോണ്ടിലോസിസ് അസുഖങ്ങൾ, എല്ലാ രോഗങ്ങളുടെ മേൽ എവിടെയാണ് നിന്റെ ഞരമ്പ് വിട്ടിരിക്കുന്നത്, എവിടെയാണ് നിന്റെ അസ്ഥി വിട്ടിരിക്കുന്നത്, എവിടെയാണ് നിന്റെ കോശങ്ങൾ ഡീക്കേ ആയിക്കൊണ്ടിരിക്കുന്നത്, ആ മേഖലയിലെല്ലാം കർത്താവ് സ്പർശിക്കുന്നു. വരും രോഗികൾ ശ്വാസകോശത്തെ കർത്താവ് സ്പർശിക്കുന്നു. വരും രോഗികൾ കേൾക്കുക, ഇപ്പോഴും കർത്താവ് നിന്റെ ശ്വാസകോശത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വിശുദ്ധമായ അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന ആൾക്കാരെ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ഇപ്പോഴും മാരക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, തീരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിതത്തിൽ ഒരു ഗതിയും പദ്ധതിയില്ലാതെ ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാത്തവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ പോകാൻ പറ്റാത്തവർ, ജീവിതം കുരുങ്ങിപ്പോയവരെ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴേ നികുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ സ്ഥിരീകരണത്തിന് അടിയളവുണ്ടാകാൻ മാർഗരോഗങ്ങള്, തിരാവേദികള്, ദുരിതങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. ഉടമ്പടി ധ്യാനത്തിലെ 10,000 പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്.
ആശീർവാദത്തിന് ഇനി ഒരു 3-4 മിനിറ്റ് കൂടിയുണ്ട്. ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിന്റെ വിഷയങ്ങൾ എപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നീ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മുട്ട നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യർ എന്ത് കാണെങ്കിലും കാണിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. വിശ്വാസം പ്രഖ്യാപിക്കുന്നവന് അതൊന്നും വിഷയമല്ല. അവൻ്റെ വിഷയം ദൈവം മാത്രമാണ്. മുട്ട നിന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിലെ. രോഗമുള്ളിടത്തു നിന്ന് കൈയെടുത്ത് മാറ്റണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കേണ്ട സമയമാണ്. കർത്താവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ അങ്ങനെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഇപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപാസാക്ഷാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ലോകം മുഴുവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ അരിവ് ചെയ്യാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ കർത്താവ്. വഴി തെറ്റിപ്പോയ മക്കൾ, സാമ്പത്തിക കടങ്ങളാൽ ബാധ്യതപ്പെട്ട മക്കൾ, ദുസ്വഭാവത്തിൽ അകപ്പെട്ടു പോയ മക്കൾ, തെറ്റായ പ്രണയബന്ധത്തിൽ വന്നുപോയ മക്കൾ, രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന മക്കൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ. ജീവിതക്കുരുക്കുകൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവരെ, രേഖകൾ നഷ്ടപ്പെട്ടവരെ, സ്ഥലം വയ്ക്കാൻ പറ്റാത്തവരെ, വാങ്ങാൻ പറ്റാത്തവരെ, അങ്ങനെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ, വിശ്വാസം കുറഞ്ഞു പോയവരെ, അവരെല്ലാവർക്കും അടയാളം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങളൊക്കെ നടത്തുന്നവരെ, ഇടയക്കടകളും സ്റ്റോളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, വാടകയ്ക്ക് സ്ഥലം കൊടുത്തിരിക്കുന്ന, കെട്ടിടങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നവർ, മഹാകടങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർ, ബാങ്കിലടക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർ, കർത്താവെ, ഒത്തിരി പേര് കണ്ണീരപ്പെടുന്നുണ്ട് കർത്താവെ. ഈ കോവിഡ് കാരണം അനേകം മക്കളുടെ ജീവിതം അധപ്പതിച്ച് നിലമ്പത്തിയിരിക്കണം കർത്താവെ. അവരെല്ലാം നീ ഓർക്കണമേ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ. അവരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കൾ, ഇപ്പോഴും കൃത്യമായ വീട് കിട്ടാത്തവർ, സ്ഥലം കിട്ടാത്തവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, രേഖകളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അകപ്പെട്ടിരിക്കുന്നവരെ, കയറിപ്പോകാൻ ഇന്ത്യയിൽ നിന്ന് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെ ജോലിക്ക് വേണ്ടി, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മേ, പരിശുദ്ധമ്മേ, ഈശ്വരനോട് ഇപ്പം തന്നെ അവർക്ക് മധ്യസ്ഥം വഹിക്കണമേ. വലിയ അടയാളം കാണിച്ചുകൊണ്ട് അഭിഷേകം നൽകണമേ. ക്യാൻസർ രോഗികളെ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ക്യാൻസർ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തണുണ്ടോ? അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ മുന്തിരിങ്ങ പോലെ എന്തോ ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ഒരുതരം മനുഷ്യത്തിന് മുട്ടപ്പൂർ കിടക്കുന്ന എന്തോ അവയവ രോഗങ്ങളാണ്. അത് വർദ്ധിച്ചു കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രുതികളെ അസ്ഥികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അസ്ഥി ദേവിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അസ്ഥി നീളമുള്ള അസ്ഥികളെ കുഴകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശ്രുതികളുടെ ഹല്ലേലൂയ. യേശുവേ കർത്താവേ, ഈ സൗഖ്യത്തിനെല്ലാം നന്ദി പറയുന്നു കർത്താവേ. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ലിങ്ക് ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ യൂട്യൂബ് ലിങ്കായാലും ഫേസ്ബുക്ക് ലിങ്കായാലും ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവിനെ അറിയാത്തത് അറിയട്ടെ, അറിയുന്നവരെ ആഴപ്പെടാൻ വേണ്ടി ഈ ഷെയർ ഇപ്പം തന്നെ ഇപ്പം എന്ത് കൃപാസനം കിട്ടിയാലും എൻ്റെ മക്കൾ ആ പ്രേക്ഷിത പ്രവർത്തനം പോലെ അത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം. കർത്താവിനെ എല്ലാവരും അറിയട്ടെ, എല്ലാവരും അവൻ അനുഭവിച്ച് കർത്താവിന് സാന്ത്വനം അനുഭവിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്ന സമാപന ആശീർവാദം സ്വീകരിക്കാം. ജീവിക്കുന്നവനായ ദൈവം നമ്മളെ ആശീർവദിക്കുന്ന നിമിഷം നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ.